എന്താണ് ഈ ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികള്? ഫണ്ടുണ്ട്, ഡാർക്കുണ്ട്, എന്റർടൈൻമെന്റ് ആണ്, ഉണ്ട്. ഈ സിനിമ ഇറങ്ങുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? ഈ ക്രിസ്ത്യൻ സഭയിൽ നിന്നൊക്കെ പുറത്തിറക്കുമെന്നോ എന്തെങ്കിലും വിവാദങ്ങൾ വരുമെന്നൊക്കെ? അന്ന് ഞാൻ മനസ്സിലാക്കി തൊമ്മി ആരാണെന്ന്. ഷോർട്ട് ടൈമിൽ ലൈഫ് കഥ പറയുന്ന ഒരാൾ അറിയില്ല. അഷ്ടവശ സംരക്ഷണത്തിന്റെ പ്രൊഡ്യൂസർ ബൈച്ചേട്ടൻ ഇപ്പൊ ഒരിടത്ത് ചായ അടിച്ചിട്ട് വരുന്നത്. ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ ചായ ഇല്ല. തിരിച്ചെത്തിയപ്പോ പുള്ളി ഒരു വർഷമൊക്കെ കഴിഞ്ഞ പ്രായം ഇവൻ അവന്റെ ജീവിതത്തിലെ കഥ മുഴുവൻ ഞാൻ പോയി തിരിച്ചു വരക്ക് പുള്ളി പറയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ. എനിക്ക് സംസാരിക്കാൻ പേടിയാ. സുഖമില്ലെന്ന് വെച്ചാൽ എന്ത് സുഖമാണ് ജീവിതം. ജൂലൈ 17 റിലീസ് ചെയ്യുവാണ്. ആരും മറക്കരുത്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ അതുകൂടെ പിള്ളേരെ ഫോൺ സേവ് ചെയ്യുന്ന പേരുന്ന ചെറിയൊരു ദിവസം കിളിബ്രോ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ചോയ്സ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. വിപിൻ ചേട്ടാ നമസ്കാരം. വിപിൻ ചേട്ടൻ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തുക. കാരണം വിപിൻ ചേട്ടൻ തന്നെയാണല്ലോ എല്ലാവരെയും ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത്. അതെ അതെ. ഇപ്പൊ ഞാൻ ഒരു സൈഡിൽ തുടങ്ങാം. ഇത് സംക്രംധനൻ. ഓ അതെ, എന്റെ കൂട്ടുകാരനാണ്. പക്ഷെ കഷ്ടപ്പാട് എപ്പോഴും പേര് പറയാൻ വേണ്ടി. മകന്റെ പേര് അബ്ദിശയനൻ, കുറച്ചുകൂടി സിമ്പിൾ ആക്കിയോ. സംക്രംധനൻ. ഇത് യൂജീൻ, വീട്ടുപേര് കൊരകന്തറ എന്നാണ്. യൂജീൻ അല്ല ബേബി. അടുത്തത് സുൽ ജോർജ്. അദ്ദേഹം യൂജീൻ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്. അവൻ എസ്റ്റേറ്റ് ഡയറക്ടർ ആണ്. അവൻ ഒരുപാട് പരിപാടികൾ ഇതിന് മുമ്പ് ബോംബെയിലൊക്കെ അവനോട് വർക്ക് ചെയ്ത ശേഷമാണ് എൻ്റെ കൂടെ വരുന്നത്. നമ്മുടെ മ്യൂസിക്കൽ ചെയർ എൻ്റെ കഴിഞ്ഞ പടങ്ങളോട്ട് അവൻ്റെ പുള്ള. ഇത് സുൽ ജോർജ്. പുള്ളി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ബേസിക്കലി പുള്ളി ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ്. 17ഓളം മലയാള സിനിമകൾ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ ഫസ്റ്റ് പടം ഹോലിക്ക് മുമ്പ് അവൻ പടം ചെയ്തിരുന്നു. നമ്മുടെ തന്നെ പടം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പം കോസ്റ്റ്യൂം അസോസിയേഷൻ്റെ ഹെഡാണ്. ഇത് അല്ലേ, ട്രഷററാണ്. ഇത് ഡോം, DJ ഡോം എൻ്റെ കൂട്ടുകാരനാണ്. ഗൗരി നമ്മുടെ സിനിമയിൽ ഒരു ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ക്യാരക്ടർ അവൾ ചെയ്തേക്കണേ. അവൾ കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്നത്. ഇത് മോസസ് എൻ്റെ ഫ്രണ്ടാണ്. മോസസ് ഞങ്ങളെ ഹോംലി വിൽസിലുള്ള ഒറിജിനൽ ആ സിനിമയിലെ ഒറിജിനൽ ക്യാരക്ടറാണ്. ശർമാജിയാണ് ഇവൻ്റെ ക്യാരക്ടർ ചെയ്തത്. മോസ് വേറെ പടത്തിൽ അഭിനയിച്ചത് ജിസ്മോൻ്റെ സൺഡേ ഹോളിഡേയിൽ വില്ലനായിരുന്നു ഇവൻ. പിന്നെ കലേഷേട്ടൻ പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന കാര്യമില്ല, ഒത്തിരി പടങ്ങളിലുള്ള ആളാണ്. അപ്പം ഇത്രയും പേരാണ് ഇപ്പം നമ്മളിപ്പം ഈ ഇൻ്റർവ്യൂവിൽ ഉള്ളത് എന്നുള്ളതാണ്. നമ്മുടെ പടത്തിൽ അഭിനയിച്ച ഓൾമോസ്റ്റ് ഇനിയും ആൾക്കാരുണ്ട്. ബേസിക് പോസ്റ്ററിൽ കാണുന്നവർ കുറച്ച് പേരിനകത്തുണ്ട്. എന്താണ് ഈ ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ? കലേഷേട്ടൻ പറഞ്ഞു കൊടുത്തേ, തുടങ്ങിക്കോ. ആൻഡപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ ഒരു സ്പിരിച്വൽ, എന്താ പറയാ, സ്പിരിച്വാലിറ്റിയാ അല്ലേ. ക്രിസ്ത്യൻ സഭയിലെ നടക്കുന്ന, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഇതിനെ പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യൻ സഭയുടെ ഉള്ളിൽ നടക്കുന്ന എന്താ പറയുന്ന ഒരു കോമഡി പടമാണ്. സിമ്പിൾ ആൾക്കാർക്ക് എന്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഉള്ള നല്ല രസമുള്ള ഒരു പടമാണ്. ബാക്കി പറഞ്ഞു. അത് തന്നെ ഒരു കോമഡി ഫൺ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ബൈബിളിൽ നിന്നുള്ളിടത്തുള്ളൊരു കുറേ ഇൻസിഡൻസുകളാണ്. ഒരു 2026 ഒരാളൊരു ക്രൈസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, അതാണ് ആൻഡപ്പന്റെ അത്ഭുതപ്പെടുത്തിയ. ഫണ്ടുണ്ട്, ഡാർക്കുണ്ട്, എന്റർടൈൻമെന്റ് ആണ്, ഉണ്ട്. സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമുള്ള കണ്ടന്റ് അതിനകത്തുണ്ടോ? ഒന്നുമില്ല. ഇവര് റിലീജിയസ് സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് ഇവര് നമുക്ക് ഏതെന്നാ. അല്ലാണ്ട് അതിനകത്ത് 3ാം ക്ലാസ് ഏറ്റവും ബേസ് കുഞ്ഞു കുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന സിനിമയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഡാർക്ക് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പൊതുവെ അവർ UA വിത്തൗട്ട് കട്ട്സ് തരാമെന്ന് പറഞ്ഞു ബോംബെയിൽ. ഇവിടെ നിന്ന് കിട്ടിയില്ല നമുക്ക്. ബോംബെ പോയപ്പോൾ പറഞ്ഞു വിത്തൗട്ട് കട്ട്സ് തരാം, അല്ല A വിത്തൗട്ട് കട്ട്സ് തരാം, UA വിത്ത് കട്ട് തരാം. നമുക്ക് A വിത്തൗട്ട് കട്ട്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക്
A സർട്ടിഫിക്കറ്റ് ചെയ്ത്. അതാണ് അതിൻ്റെ സംഭവം. ഇങ്ങനെ ഒരു കഥ എഴുതിയപ്പം ഈ ഇത്രയും പേരെ തന്നെയായിരുന്നു മനസ്സിൽ കാസ്റ്റ് ചെയ്തിരുന്നത്? ബേസിക്കലി ഈ ഉറപ്പായിട്ടും അതെ. അതെ. ഇവരെ കൂട്ടുകാരന്മാരാണ്, വർഷാറിയാം. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. യുജിനും എല്ലാവരും നമ്മുടെ ഇപ്പം യുജിനെ AD ആയിരുന്നു വർക്ക് ചെയ്തത് എല്ലാം നമ്മുടെ ഇവിടെയൊക്കെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എല്ലാവരും ഇവരല്ലാണ്ട് വേറെ ആലോചിക്കാൻ വേറെ 12 ശിഷ്യന്മാരാ. ആറ്റിലേക്ക് ഒരു 12 ശിഷ്യന്മാരാണ്. ആക്ച്വലി ഇത് 12 പേരും 12 മാനസിക രോഗികളാണ്. അല്ലല്ല, 12 പേരും 12 പേരെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റിൽ ഒരു 2 ആക്ടേഴ്സ് 3 ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഡിഫറെൻ്റ് ആൾക്കാരെ ഇവരിൽ 12 പേർക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇവർ നേരത്തെ അറിയാവുന്നതുകൊണ്ടും മാത്രമല്ല ഇവർക്ക് ഇവരുടേതായ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന തൊമ്മിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളാണ്. മോസസ്, കലേഷ് ഏട്ടൻ, പ്രത്യേകിച്ച് സുനിൽ ജോർജ്, ഒരുപാട് കഥകളിലേക്ക് എത്താം നമുക്ക്. ശങ്ക്രു അഭിനയിച്ച് അടുത്ത് ഒരു പടത്തിൽ ദൃശ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാരനായിട്ട്. അത് വളരെ നല്ല റോളായിരുന്നു. ഞാൻ പെട്ടെന്ന് തലയിരിച്ചപ്പോൾ പോയി. അങ്ങനെ ഒരു വ്യത്യസ്തമായ റോളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള അപ്പം ആൻഡബലിൽ അഭിനയിക്കുമ്പോൾ ശങ്കുറിന്റെ എല്ലാ സീനിലും വന്നെന്ന് ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും ശങ്കുർ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ബീച്ചിലെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവനവിടെ നടന്ന് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് സമയത്ത് ഞാൻ നോക്കുമ്പോൾ പ്രേതം പോലെ ഇവിടെ ശങ്കുറുണ്ട്, ഇവിടെ ശങ്കുറുണ്ട്, എല്ലാവരും ശങ്കുറുണ്ട്. എന്നിട്ട് അവസാനം നമ്മൾ കടലിന്റെ ഷോർട്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇവന് ഇല്ലാണ്ട് കളിക്കേണ്ട ഡയലോഗ് വെച്ചിട്ട്. വളരെ വളരെ ജെനുവിനായിട്ടുള്ള ആക്ടറാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ അപ്പം എനിക്ക് വർഷം കൊണ്ട് അറിയാവുന്നവരല്ലേ. ശങ്കുർ ചാനലിലായിരുന്നു ആക്ച്വലി, ക്യാമറമാനായിരുന്നു മനോരമയിൽ. അതിന് മുമ്പ് അമൃത TV. അങ്ങനെ ഈ സിനിമ ഇറങ്ങുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? ഈ ക്രിസ്ത്യൻ സഭയിൽ നിന്നൊക്കെ പുറത്തിറക്കുമെന്നോ എന്തെങ്കിലും വിവാദങ്ങൾ വരുമെന്നൊക്കെ? അല്ല, അതില് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ക്യാരക്ടർ എന്താണെന്ന് പോലും അറിയില്ല. ആ സീൻ പോയിട്ട് ചെയ്യാൻ പറഞ്ഞു, അതുപോയി ചെയ്തു. ഈ സിനിമ ഒന്നും അറിയില്ല. കാരണം പറഞ്ഞാല് നമ്മൾ പറഞ്ഞത് സിനിമ കഥ ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഡബ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടേക്കുന്നത് വെച്ചിട്ട് ഊഹത്തിലാണ് പലർക്കും പറയാൻ പറ്റും. ഒന്നും അറിഞ്ഞിട്ടില്ല, ആർക്കും ഒന്നും അറിയത്തില്ല. ഇതിന് മുമ്പ് ചെയ്ത വട്ടമേശ എന്ന് പറഞ്ഞ സിനിമ വട്ടമേശ സമ്മേളനം എന്നുള്ള സിനിമയിൽ ഒരു വേഷം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ രൂപമൊക്കെ തന്നു. ഷൂട്ടിന് വന്ന് നമ്മളപ്പോ ഒരു പ്രിപ്പയർ ഉണ്ടാവും സാധനം. അവിടെ വന്നിട്ട് മൊത്തത്തിൽ പൊളിച്ചിട്ട് വേറെ അപ്പൊ അതുകൊണ്ട് തന്നെ ആൻഡപ്പനിലേക്ക് വിളിക്കാൻ നേരത്തിനോട് പറഞ്ഞാൽ എനിക്കൊരു വേഷമാണ്, നല്ല വേഷമാണ്, വലിയ വേഷമാണ് ഒക്കെ പറഞ്ഞു. വളരെയധികം സന്തോഷം. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് ക്യാരക്ടർ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഒരനുഭവം കിടക്കണ്ട്, ഞാൻ അവിടെ വന്നു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അത് ചെയ്യാം. ഞാൻ എന്നോട് പറഞ്ഞു അതിന്റെ സംഗ്രഹം അത് കോൺട്രവേഴ്സി ആവും, ഭയങ്കര പ്രശ്നമാവും, നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, എന്നാൽ മാത്രം അഭിനയിച്ചാൽ മതി. മോശം പ്രത്യേകിച്ച് മാറ്റിയെടുത്തി പറഞ്ഞു, മൊത്തം പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പൊ മോശ പറഞ്ഞു എന്നാ എനിക്ക് റോള് വിടാൻ പറഞ്ഞു. അങ്ങനെയാണ് മോശക്ക് ഈ പടത്തിൽ വന്നത്. ഞാൻ പറഞ്ഞ ശകുനി മാത്രം ആക്കരുതെന്നുണ്ട്. അതായത് ബേസിക് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കഥയുടെ ബേസിക് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർക്കങ്ങനെ കോൺട്രവേഴ്സി നമ്മുടെ ആയതല്ല കേട്ടോ. ആക്ച്വലി വെറുതെ പറഞ്ഞാണ്. നമ്മൾ പോസ്റ്റർ ലാസപ്പറിന്റെ ഫോട്ടോ ഇട്ടപ്പോഴാണ് നമ്മൾ സുനിലിന്റെ ഐഡിയ, ഇവൻ ഒറ്റെടുത്തിട്ട് ഐഡിയ ആയിരുന്നു ലാസപ്പറിന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇറക്കാന്ന്. അന്നാണ് നമുക്ക് ഇത് പ്രശ്നം ഉണ്ടായത്. സുനിൽ ഒറ്റെടുത്തിട്ട്, സുനിൽ ജോർജ് ഇവനാണ് അതിന്റെ കാരണക്കാരൻ. അപ്പൊ ഇവൻ ഒറ്റെടുത്തിട്ടാണ് ഇതിന്റെ മൊത്തത്തിൽ ഞങ്ങൾക്കെല്ലാം സുനിലിന്റെ ഐഡിയ ആയിരുന്നത്. അങ്ങനെയാണ് നമുക്കിത് ഈ കോൺട്രവേഴ്സി എന്നുള്ള പരിപാടിയിലോട്ട് എത്തിയത്. അതിനുശേഷം ആൾക്കാർ ഭയങ്കര, പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ പടം നമ്മൾ ഷൂട്ട് ചെയ്തു, പിന്നെ ബാക്കി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെറുതായിട്ട് കോൺട്രവേഴ്സി ആക്കാൻ പറ്റുമോ, നമ്മളങ്ങനെ അറിയാണ്ടായി പോയതാണ്. ഇനിയിപ്പോൾ റിയലായിട്ട് ആക്കാൻ പറ്റുമോ നമുക്ക്. അങ്ങനെ കോൺട്രവേഴ്സി ആവാൻ വേണ്ടി ചെയ്തതല്ല. ആക്ച്വലി ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിച്ചപ്പം ആൾക്കാർക്ക് അത് സെൻസർ തരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യമായിരുന്നു, വേറെ ഒന്നുമില്ല. നമ്മുടെ സിനിമയ്ക്കുള്ളിലെ പോട്ടെ, നിങ്ങളുടെ ഷൂട്ടിംഗ് സമയത്തുള്ള ലൊക്കേഷനിൽ ഇവർ ഓരോരുത്തരുടെ അത്ഭുത പ്രവൃത്തികളൊക്കെ എന്തുവായിരുന്നു? പ്രത്യേകിച്ച് മോസസിന്റെ അത്ഭുത പ്രവൃത്തി നേരത്തെ പറഞ്ഞു. മോസസ് ശരിക്കും ഞങ്ങളുടെ ലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രാജാവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മാത്രമല്ല, മോസസിനെ പോലെ ഹാൻഡിൽ ചെയ്യാൻ, ലൊക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറയുന്ന ആൾക്കാരില്ല. ഞാൻ എൻ്റെ വർഷം പല പടങ്ങളും അവനെ ആൾക്കാർ ഇവൻ്റെ മാനേജിങ് സ്കില്ല് ഭയങ്കരമാണ് മോസിന്. ആ മോസ് നമ്മുടെ പടത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു കല്യാണ സീൻ, നമ്മളെല്ലാ ഇൻ്റർവ്യൂ പറഞ്ഞ നേരത്തെ ഒരു കല്യാണ സീനിനകത്ത് ഒത്തിരി ആൾക്കാർ വേണം. കല്യാണ തലേന്നാണ്. അപ്പോൾ കല്യാണ തലേന്ന് നമുക്ക് ഒത്തിരി ആൾക്കാർ വേണ്ട സീക്വൻസ് ബോസിനെ വിളിച്ച് പോയപ്പോഴാ ഒരു വലിയ സെറ്റപ്പ് വേണം. അപ്പോൾ കല്യാണ തലേന്ന് വേണം. അപ്പം ലൈറ്റ് കിട്ടുന്നുണ്ട്. മോസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-200-300 പേരൊക്കെ വരുമല്ലോ തലേന്ന്. ഗ്രാമപ്രദേശത്താണ്. മോസ് എന്താ വെച്ചാൽ അപ്പുറത്തെ വീടുകളിൽ പോയിട്ട് വിളിച്ചു, ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോട്ടിക്കറി വെച്ച് തലേന്ന്
വലിയൊരു ചട്ടി ഇറച്ച് പോട്ടിക്കറി. എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ മുഴുവൻ വിളിച്ച്, ആൾക്കാർ പോട്ടിക്കറി കഴിക്കാൻ വേണ്ടി വന്നതാണ്. വിളിച്ച് ഇവിടെ ഷൂട്ടിങ്ങും ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു പോയി വിളിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു 500 ആൾക്കാർ, 300, 350, 400 ആൾക്കാർ കല്യാണം കൂടാൻ വേണ്ടി തലേദിവസം പോട്ടിക്കറി കഴിക്കാൻ വേണ്ടി വന്നേക്കണം. അത് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത്. ഇത്തരം ബുദ്ധികൾ മോസസിനുണ്ട്. അത് മോസസിന്റെ ബ്രില്യൻസ് ആണ്. അല്ല, എന്താ വെച്ചാൽ നമ്മൾ നായരമ്പൽ സൈഡ് എടുത്തേക്കണത്, വൈപ്പിന്ന നായരമ്പൽ ഏരിയയിൽ. അപ്പൊ അവിടെ 2 ദിവസമായിട്ട് നമ്മൾ സെറ്റ് വർക്ക് കിടക്കണേ, കല്യാണത്തിന്റെ ലൈറ്റ് കാര്യങ്ങൾ സ്റ്റേജ് എല്ലാം ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കണം എന്താ പരിപാടി ഈ മോളെയൊക്കെ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഒരു കല്യാണമാണ്. ആരുടെ കല്യാണം? പ്രമേയുടെ കല്യാണം. ഏതാ പ്ലമേന ആരാ? പ്ലമേന ആരാണ് എന്താണെന്നുള്ളൊരു ചോദ്യം വന്നു. ഇല്ല, അത് ഇവിടുന്ന് പണ്ട് വിളിച്ചൂടി പോയൊരു പെങ്കൊച്ചാണ്. അപ്പോൾ അതിന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടാ? എന്നെ അപ്പുറത്തെ വീട്ടില. അപ്പോൾ അതിന്റെ കല്യാണമാണ്. അപ്പോൾ ആൾക്കാർ കുറവാണ്, ബന്ധുക്കാരൊക്കെ കുറവാണ്, നിങ്ങളൊക്കെ ഒന്ന് വന്ന് സഹകരിക്കണം. തീർച്ചയായിട്ടും വന്നേക്കാം. അപ്പോൾ കുടുംബവും മക്കളൊക്കെ ആയിട്ട് വൈകുന്നേരം ഒരു 7 മണിക്ക് വരാൻ പറഞ്ഞു. പോട്ടിക്കറി ഉണ്ട്, ഭക്ഷണമുണ്ട്, പിന്നെ തക്കാളി ചാറ് എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണല്ലോ തലേദിവസം പോട്ടി. മുട്ടിയൊക്കെ ഉണ്ട്. അല്ല, മുട്ടി എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നിട്ട് ഇവൻ എന്താ വെച്ചാൽ പോട്ടിക്കറി വെച്ച് കൊടുത്ത്. പിന്നെ നോക്കുമ്പോൾ മോശം ആള് കൂടി. അപ്പൊ മോശം പച്ചക്കായ കൂടുതലിട്ട് അപ്പൊ അഡ്ജസ്റ്റ് ആയി. പിന്നെ ആള് കൂടിയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ പച്ചക്കായ മാത്രമേ ഉള്ളൂ, പൊട്ടിയില്ല. ഒരു അളവുണ്ട്. പ്രൊഡ്യൂസറിന് പറഞ്ഞു ഇത്ര കിലോ മതി, കൊടുത്തിട്ടുള്ളൂ. പ്രൊഡ്യൂസർ എനിക്ക് പിടിച്ചാൽ കിട്ടൂല, കംപ്ലീറ്റ് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഒരു പണ്ടാരി എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു കുല കായം കൂടി സെറ്റാക്കി അടിപൊളിയായിട്ട് പോയി. ഒരു കല്യാണം നടത്തി. ഇനിയിപ്പോ 15-ാം തീയതി അറിയുള്ളൂ. ഈ പറഞ്ഞ ആർട്ടിസ്റ്റൊക്കെ ഇതിൽ ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചാന്ന്. ഇനിയിപ്പോ അവർക്ക് ബേസിക്കലി ആ ഷൂട്ടിംഗ് നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കണ പോലെ എടുത്തൊക്കെ പോയതാ. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മോസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും നമുക്ക് മീൻ മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഉച്ചയ്ക്ക് മീൻ വറുത്താണ്. ബീച്ചിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു അടുത്തൊരു കടല പറഞ്ഞങ്ങനെ മീൻ വറുത്ത് ചെന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ 40 പേർ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്. അപ്പം ഞാനും മോശം കൂടി ചെന്നപ്പോഴത്തേക്കും അവിടെ 20 പേർക്കുള്ള മീൻ വറുത്തുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യും, യൂണിറ്റുകാർക്കൊക്കെ നമ്മുടെ ഫുഡ്. അപ്പം 40 പേർ, 20 പേർക്കുള്ള മീൻ വറുത്തത് വെച്ചിട്ട് ഉറപ്പായിട്ട് പ്രശ്നമുണ്ടോ? അടുത്തത് ഒരൊറ്റ കടയില്ല. നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ചെല്ലാത്ത ഈ ഉച്ചയ്ക്ക് ഒരു സാധനം കിട്ടത്തില്ല. ചെല്ലാത്തല്ല നമ്മൾ ഷൂട്ട് ചെയ്താൽ ചെല്ലാത്ത. അപ്പം ഞാൻ നോക്കുമ്പോഴേ ഇവരെ കാണാനില്ല. ഇപ്പം പോയിട്ട് ഇങ്ങനെ എന്തോ കാണിക്കണം. എല്ലാ മീൻ വറുത്തോട് പൊടിച്ചിട്ട് ഇങ്ങനെ കൂമ്പാരം പോലാക്കി. അപ്പൊ ഞാൻ ചെറുതോ ആൾക്കാർ നോക്കുമ്പോ ഇത്ര അധികവും ഇത് വേണ്ടായിരുന്നു 20 പേര്. കാരണം പൊടിച്ചപ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി മനസ്സിലാവണില്ല. അല്ല, പൊടിച്ചതല്ല അത്. കാര്യം ആന്റപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ നടത്തിയവിടെ. 5000 പേർക്ക് ഒരു ഒരപ്പം 500 പേർക്ക് 5000 പേർക്കല്ലേ കൊടുത്തത്. പിന്നെ അതുപോലെ കൂടെ ഇരിക്കുന്ന തൊമ്മി നമ്മുടെ എല്ലാ പടങ്ങളിലുള്ളതാണ്. തൊമ്മി സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. തൊമ്മി നീ എന്തെങ്കിലും പറടാ, എന്തെങ്കിലും ഫസ്റ്റ് ദിവസം നമ്മള് പടത്തിനെ വിളിച്ചല്ലേ, കലേഷേട്ടൻ ആദ്യമായിട്ട് കാണണം. അപ്പോൾ ആ കലേഷേട്ടൻ ഞാനൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ കലേഷേട്ടൻ ചോദിച്ചു പറ്റി ഇത് കഥ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒരു കഥ അങ്ങനെ പറഞ്ഞു 4 മണിക്കൂർത്തെ കഥ. പുള്ളിനെ മറിച്ച് പുള്ളി ഇതൊക്കെയാണ് ഇതിന്റെ കഥകൾ. ഞാൻ പറഞ്ഞത് വേറെ കഥയെ പറഞ്ഞു കൊടുത്തത് മൊത്തം അല്ലേ കലേഷേട്ടാ. അത് പുള്ളി താനിപ്പോഴും ചോദിക്കും നമ്മളെ അഭിനയിച്ച ആന്റപ്പന്റെ അത്ഭുത പ്രവൃത്തികളല്ലേ ഈ കഥ, വേറെ കഥയാണ്. നമുക്ക് ആ കഥ സിനിമയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആ പുള്ളിയെ പറ്റിച്ച ഫസ്റ്റ് ദിവസം അങ്ങനെയാണ് കമ്പനി അടിക്കണത്. അന്ന് ഞാൻ മനസ്സിലാക്കി തൊമ്മി ആരാണെന്ന്. അത് വേറെ മറ്റാള്. അതുപോലെ യുജീനും നമ്മുടെ കൂടെ സംഗ്രുവാണ്. സംഗ്രു വേറെ ക്യാരക്ടറാണ്. അവനെ ഇവന്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ അഭിനയിച്ചു, വട്ടമേൻ സമ്മേളനത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സംഗ്രു വലിയ എക്സൈറ്റഡ് ആയിട്ട്, സംഗ്രു എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതേ ഡ്രസ്സും അതേ മേക്കപ്പ് ഇട്ട് പുറത്തു വന്നു. തിരിച്ചു വരുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ആ പടം അത്ര പോരാഞ്ഞുകൊണ്ട് ആരും റെക്കഗ്നൈസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് അത് TV-യിൽ കണ്ടു, യൂട്യൂബിൽ വന്നപ്പോൾ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എടാ എങ്ങനെയുണ്ട് എന്ന് പറയാം. അപ്പൊ സംഗ്രു പറയണത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചിറ്റ, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കടക്കാരൻ ചേട്ടൻ, ഇവർക്കൊക്കെ എന്നെ അറിയാമായിരുന്നിട്ട് എന്നെ തിരിച്ചറിഞ്ഞില്ലേ. അതൊരു വലിയ കാര്യം. അങ്ങനെ അവരറിയായിരുന്നു, അവനെ നേരത്തെ അറിയാം, എന്നിട്ടും തിരിച്ചറിഞ്ഞല്ലോ അവനെ സിനിമയിൽ. ഗോഡ് ഇയാളാരാ, നമ്മുടെ വീട്ടിലുള്ള എന്ന് പറയണ ആ ഒരു സാധനം സംഗ്രുതി കിട്ടിയെന്ന് സംഗ്രു പറഞ്ഞു. അങ്ങനെ ഭയങ്കര സുനിൽ ജോർജിന്റെ കുറച്ച് അനുഭവങ്ങൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. സിനിമ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരെയൊക്കെ എങ്ങനെ സഹിച്ചു? ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട് സർക്കിൾ തന്നെയാണ്. ബുദ്ധിമുട്ട് പറയണം. കോസ്റ്റ്യൂം സുനിൽ ജോർജ് ആണ്. സുനിൽ ജോർജ് ഹാൻഡിൽ ചെയ്തു.
രണ്ട് ആക്ടിങ്ങും കോസ്റ്റ്യൂമും ഹാൻഡിൽ ചെയ്തു. ഇത് കഷ്ടപ്പെടാൻ ആലോചിക്കണം. ലാസ്റ്റ് സപ്പറിന്റെ ഫുള്ള് കോസ്റ്റ്യൂം പുള്ളിയാണ് അടിപൊളിയാക്കിയത്. അവന്റെ പുള്ളിയുടെ അതൊരു ഒരു പാർട്ടി സീൻ, കുറച്ച് റിവീൽ ചെയ്യാം. പാർട്ടി സീൻ പോലെയാണ്. അല്ല ഇപ്പൊ പോസ്റ്ററിലോ നമ്മളല്ലോ പോസ്റ്ററിൽ വന്നേക്കണം. അതിങ്ങനെ ഒരു പാർട്ടി സീൻ പോലെ ഒരു കഫേയില്. മോസിന്റെ കോസ്റ്റ്യൂം മാത്രം ഞങ്ങളാണ് ഡിസൈൻ ചെയ്തത്. അത് മൂവി കാണുമ്പോൾ മനസ്സിലാവും ഇവർ രണ്ടുപേരും മാത്രം. ഗൗരി ചെയ്തിരിക്കുന്ന ഗൗരിനെ അന്ന് രസം എന്താ വെച്ചാല് ഗൗരി ഒരു നമ്മള് കോവിഡ് സമയത്താണ് അവള് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഗൗരിയുടെ ഒരു വില്ലത്തിയായിട്ടാണ്. അപ്പൊ അതിനകത്ത് രസം എന്താ വെച്ചാൽ ഗൗരിയുടെ പാവായിട്ടിരിക്കുന്ന ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഷൂട്ട് കുറച്ച് പല പല സമയത്തായിട്ട് ഷൂട്ട് ചെയ്തത്. ഞാൻ ഗൗരിയോട്, അപ്പൊ ഗൗരി എന്നോട് നമ്മുടെ പടത്തിലെ വിളിച്ച് വേറൊരു കക്ഷിയുണ്ട് സംഗീത എന്ന് പറഞ്ഞ അവളോട് ഇല്ല. അപ്പൊ അവള് അന്ന് പ്രഗ്നന്റ് ആയിരുന്നു സ്റ്റാർട്ടിങ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഷൂട്ട് ചെയ്യുമ്പോ കണ്ടിന്യൂറ്റി പോകൂലേ. അപ്പൊ എത്ര പെടുത്ത് പ്രസവിക്കും, കാരണം ബാക്കി ഷൂട്ട് ചെയ്യാനുള്ളതല്ലേ. അവസാനം അത് വലിയ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് വീണ്ടും പ്രഗ്നന്റ് ആകാൻ പോയപ്പോ പ്രൊഡ്യൂസർ ഫ്രെഡി വിളിച്ചു പറഞ്ഞു ഇത്തവണത്തേക്കൊന്ന് മാറ്റി ചോദിച്ചിട്ടാണ് അത് പരിചയമുള്ളതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ വില്ലത്തികളാണെന്ന് തോന്നുന്നില്ലല്ലോ. പക്ഷെ ഈ 4 പേരും അങ്ങനത്തെ ആളുകൾ. 4 പേരുണ്ട്. 4 പേരും അല്ല. ഒരു രാത്രി ഗൗരിയൊക്കെ അതിനെ അഭിനയിക്കുന്നത്. ഗൗരിയൊക്കെ രാത്രി മുഴുവൻ നിന്ന്, ഗൗരിക്കാണെങ്കിൽ സിനിമയോട് ഞങ്ങളെക്കാൾ ആത്മാർത്ഥത. ഗൗരി ഇതിന്റെ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യുന്നു. കോഴിക്കോടാണ് അവിടെ നമ്മുടെ വന്ന അവൾ ഒട്ടിക്കുന്ന കോഴിക്കോട് കുറച്ച് പോസ്റ്റർ കൂടുതലുണ്ടെന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി രാത്രി വിട്ടിക്കണം. അത്ര ആത്മാർത്ഥമാണ് ഈ സിനിമയോട്. ഇത്രയും ഭയങ്കര ജെനുവിനായിട്ട് അവൾ ഈ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഗൗരി ഭയങ്കര ഇതൊക്കെ. യൂജീനെ സംബന്ധിച്ചിടത്തോളം യൂജീൻ ഒരു നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നിന്റെ എക്സ്പീരിയൻസ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ആശാൻ ശരിക്കും എന്നെ എടുത്ത് വളർത്തിയ ആളാണ്. യൂജി ക്യൂട്ട്. നമ്മുടെ എനിക്കൊരു പേര് എല്ലാ വർക്കും ആതിരയാണ് ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. ഞാൻ കൊറേ പടം വർക്ക് ചെയ്തിട്ടല്ലേ ചീഫ് അസോസിയേറ്റ്. എന്റെ വൈഫ് കേറിയപ്പോ തന്നെ ചീഫ് അസോസിയേറ്റ് ആയി. ആതിര സിനിമയുടെ ഒരു ബന്ധമില്ല. ഷൂട്ടിംഗ് പോലും അവൾ ആദ്യമായിട്ട് കാണുന്ന ഈ പടത്തിലാണ്. അപ്പൊ അവള് LIC വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആതിരനെ സംബന്ധിച്ചിടത്തോളം യൂജിൻ ഉള്ളതുകൊണ്ട് ആതിരയെ കൂടി വന്നു. അപ്പൊ അങ്ങനെ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചീഫ് അസോസിയേറ്റ് ആതിരയായി യൂജിൻ. അപ്പൊ യൂജിൻ രസം, യൂജിൻ മലയാളം പറയണത് ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ ബോംബെയിലായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് പെർഫോം ചെയ്യുമ്പം ഞാനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിക്കണം. അപ്പൊ യൂജിൻ ക്യാമറയുടെ ബാക്കിലിരിക്കണം. അപ്പൊ അവിടെ നിന്ന് എനിക്ക് പ്രോംപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആതിര ഈ ശബ്ദമാണ് അവളുടെ. അപ്പൊ എന്റെ ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. ദിവസേന അപ്പൊ എനിക്ക് ദിവസേന ഇവിടെ വരാറുണ്ടോ? അപ്പൊ എന്റെ ചോദ്യമാണ്, ദിവസേന ഇവിടെ വരാറുണ്ടോ? പെട്ടെന്ന് യൂജിനെ അവിടെ ദേവസേന ഈ പടത്തില ആശ കൊണ്ടുവന്ന അവൻ വിചാരിക്കുന്നത് ഞാൻ കൊണ്ടുവരുന്നതാണ്. അത്ര പിടിപാടുണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി കണ്ടപ്പോഴേക്ക് അവരപ്പോഴും ദേവസേന ഉണ്ട് അതൊക്കെ ചോദിക്കണം യൂജി. അപ്പൊ അങ്ങനെ യൂജിനെ അങ്ങനെ. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ യൂജി നമ്മുടെ എല്ലാ പരിപാടിയിലും എന്റെ എല്ലാ പടത്തിലും സിനിമാറ്റോഗ്രാഫി അവൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മള് VFX ആർട്ടിസ്റ്റ് ആണ്. CG അവൻ ചെയ്യും. അവനിപ്പം ബിസിനസ് ചെയ്യുന്നുണ്ട്. സുനിൽ ജോർജ് പക്ഷെ 3D പ്രിന്റിംഗ് ബിസിനസ് ചെയ്യുന്നില്ല. നീ എന്താ ചെയ്തെന്ന് പറയാം. സുനിൽ ജോർജ് പുതിയ കാര്യങ്ങൾ ബൈബിൾ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. സുനിൽ ജോർജ് ബൈബിൾ ബുക്ക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഈ മനുഷ്യനാണ്. ഇതിനകത്ത് മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത് സിനിമയ്ക്ക്. സുനിലാണ് എന്നോട് ഇങ്ങനൊരു കഥ ഐഡിയ പറഞ്ഞ് ബൈബിള് ഭയങ്കര സീരിയസ് ആയിട്ട് കാണണം പറഞ്ഞ് കയറ്റി കഴിഞ്ഞപ്പോ സുനിൽ ബൈബിൾ വിട്ട്. ബൈബിൾ അല്ല, ഹോളി മെഗില്ല എന്നൊരു ബുക്ക് ഉണ്ടെന്ന്. അതൊരു ബുക്ക്. ആ ഹോളി മെഗില്ല എന്നുള്ള ബുക്കാണ് ഇപ്പൊ പ്രധാനം എന്ന് പറഞ്ഞത്. ഇപ്പൊ പുതിയ ബൈബിൾ ഇറങ്ങിയേക്കണം. 1200 പേർക്ക് മാത്രമേ ഈ സീക്രട്ട് അറിയുള്ളൂ വേൾഡിൽ. അതൊരാള് സുനിൽ ജോർജ്, പാലായിട്ടത്തെ സുനിൽ ജോർജ്. വേറെ ഒരു സ്ഥലത്ത് കൊല്ലത്തെ കണ്ട ഒരു ആരോ നിനക്കെതിരെ ഇത്. അപ്പൊ ഇലൂമിനാറ്റി അവന്റെ പുറകെ കിടക്കാന്ന് ശരിക്കും വിശ്വസിക്കുന്ന ആളാണ് സുല്ല്. സുല്ല് ആ ഹോളി മെഗിലിനെ കുറിച്ചൊരു വാക്ക് എല്ലാ ഇന്റർവ്യൂലും പുതിയൊരു ഇപ്പൊ റിലീസ് ആയിട്ടുള്ളൂ, 1 year ആയിട്ടുള്ളൂ. ഒറിജിനൽ ബൈബിൾ അതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ ഇപ്പൊ വെച്ചിരിക്കുന്ന ബൈബിളെല്ലാം എഡിറ്റഡ് ആണ്, മാനിപ്പുലേറ്റഡ് ആണെന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പൊ അത് ഓൺലൈനിൽ നമ്മൾ US മേടിക്കാൻ പറ്റും. ടഫ് സാധനങ്ങളാണ്. കാരണം GG ജാജ പറഞ്ഞേ GG ഗോസ് ടു ജാജ അങ്ങനെയൊക്കെ എഴുതേക്കണേ.
ഞാൻ എനിക്ക് മനസ്സിലായി. അപ്പൊ സുല്ലും ജീജി ആരാടാ? ഇല്ല, പിതാവാം ദൈവം അതുപോലെ മാതാവും ഉണ്ട്, ഗോഡസ് ഉണ്ട്, ഗോഡ് ഗോഡസ്. പിതാവാം ദൈവത്തിന്റെ പേര് യാ, പിന്നെ ഫാദർ ഗോഡ് ജാ, ഗോഡസ് ജാല, അങ്ങനെ ജാഡേ ജാന. ഫാദർ ഗോഡിനെ മദർ ഗോഡസിനെയും ജാ ജാ എന്ന് പറയാം. അതായിരിക്കും അപ്പൊ സുനിൽ ജോർജ് രാവിലെ തന്നെ അത് കഴിഞ്ഞ് വരവണ ഒരു പിടി കിട്ടുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ 1200 പേർക്ക് ഇത് അറിയുള്ളൂ. അതിലൊരാളാണ് സുനിൽ. ഓഫ് കോഴ്സ് അറിയാലോ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടല്ലേ സുനിൽ ഇത് പുറത്തു കൊടുത്തത്, ഈ സീക്രട്ട്. ഈ പടത്തിലൊന്നില്ല എങ്കിലും സുനിൽ അപ്പൊ ആദ്യം സുനിലിനോട് ബൈബിളെ കുറിച്ച് പറഞ്ഞ് ഞാൻ നോക്കുമ്പോ ഭയങ്കര വിശ്വാസി. അത് പറഞ്ഞ് എന്നെ ഗ്രൂപ്പ് ഹോളി ബെഗിലെ പഠിപ്പിക്കാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങളെ ആഡ് ചെയ്തു. മോസസിന്റെ ആയിട്ട് വല്ല കാര്യം ഉണ്ടാ. മോസസിന് മലയാളം വായിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് മലയാളം വായിക്കുന്നത് മോസ് അങ്ങനെ ഒരു ഒന്നുമല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ ദിവസവും സുൽജോർ സ്റ്റുഡൻസ് ടുഡേ ജിജി എന്നൊരു സുല്ലൊക്കെ തുടങ്ങി. അപ്പൊ എല്ലാവരും എല്ലാ മോസം അപ്പൊ ജാജ് എന്താണ് ഭയങ്കര ഡൗട്ട്സ് ആണ് ഗ്രൂപ്പിൽ. ഫുൾ ടൈം ഗ്രൂപ്പ് പിരിച്ചുകൊണ്ട് അതെന്താ അറിയാ സുല്ലു പറയണേ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഇന്ന് പാലാരട്ടത്ത് പുറത്തു പോയപ്പോഴേക്ക് 2 പേര് ഞാൻ പച്ചക്കറി പഠിക്കാൻ നോക്കി, ജസ്റ്റ് നോക്കി. അപ്പൊ ഇലുമിനാറ്റി പോലത്തെ സീക്രട്ട് കമ്മ്യൂണിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്, സീക്രട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുല്ലു സോറി, ഇന്നത്തെ ദിവസം സ്റ്റോറി ഡിസൈപ്പിൾസ് ഐ ആം സ്റ്റോപ്പിംഗ്. ഇവർ ആക്ച്വലി ഈ 2 പേര് ചെന്ന് ഞങ്ങളുടെ സെയിം ചർച്ചിലെ പാസ്റ്ററിനടുത്ത് പോയി പറഞ്ഞു, സുല്ല് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് സുല്ലാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. മോസസ് പോയി ഞങ്ങളുടെ പാസ്റ്ററിനടുത്ത് ഞാൻ ചെയ്ത് പറഞ്ഞു. എല്ലാ ചർച്ചിലും പറഞ്ഞു സുനിലിനെ പുറത്തിറങ്ങുമ്പോൾ സുനിൽ പേടിയുണ്ട്. ഏത് നിമിഷം വേണേൽ സുനിലിന്റെ ജീവിതം പ്രശ്നത്താണ്, ആക്രമിക്കപ്പെടാം. സുനിലിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഫൈറ്റർ ജെറ്റ്, ചെറിയ സാധനം ഒന്നും ഉണ്ടാവും, ഫൈറ്റർ ജെറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കുറെ പേര് സുനിൽ ജോർജ് മറ്റേ സാധനം വെച്ചിട്ട് സുനിലിനെ പിടിച്ചോണ്ട് ഇങ്ങനെ പോയിട്ട് ഹോളി ബെഗിലാണ് സുനിൽ പേടിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇല്ല സുനിൽ നീ പേടിക്കില്ല, ഫസ്റ്റ് പറ. ചെറുതായിട്ടൊരു അത് എന്റെ പേടിക്കൊരു മര്യാദയുണ്ട്. ഇത് വേറെ തരം പേടിയാണ് അല്ലേ തോന്നി? ഇത് പണ്ട് എന്നെ പേടിപ്പിച്ചതാ. രാത്രി 12, 1 മണി 2 മണിയായപ്പോ എന്നെ വിളിച്ചേക്കാം. ഞാനപ്പോ ഡ്യൂട്ടി ആയിട്ട് വേറെ ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ വിളിച്ചിട്ട് പറയാം എനിക്ക് പേടിയാവണം. നീ ഇപ്പൊ എവിടെ? എനിക്ക് ആദ്യമായിട്ട് എന്നെ വിളിക്കണത്. നീ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീടിന്റെ മതിലിരിക്കണം, നമ്മുടെ വാഴക്കാലം വീടില്ലേ അവിടെ, അതിന് മതിലിന്റെ മുകളിലിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ മതിലിനോട് ഇത്രയും ഷോർട്ട് ടൈമിൽ ലൈഫ് കഥ പറയുന്ന ഒരാൾ അറിയില്ല. ഞാൻ കഴിഞ്ഞ തവണത്തെ പ്രൊഡ്യൂസർ, വട്ടവെച്ച സംരക്ഷണത്തിന്റെ പ്രൊഡ്യൂസർ ചേട്ടൻ ഇപ്പൊ ഒരിടത്ത് ചായ കുടിച്ചിട്ട് വരുന്നത്. ചായ കുടിക്കാൻ ചെന്നപ്പോ അവിടെ ചായ ഇല്ല. തിരിച്ചെത്തിയപ്പോ പുള്ളി 1 വർഷമൊക്കെ കഴിഞ്ഞ പ്രായമായി. ഇവൻ അവന്റെ ജീവിതത്തിലെ കഥ മുഴുവൻ ഞാൻ പോയി തിരിച്ചു വരണമെങ്കിൽ പുള്ളി പറയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന്റെ ജീവിതം എന്ന് തുടങ്ങിയെന്ന് പറയാം. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവൻ ആ ഗ്യാപ്പിൽ ഇവന്റെ ജീവിതത്തെ മുഴുവൻ പറയും. സങ്കുറിന് മാത്രമേ ആ കഴിവിന്റെ ഈ ലോകത്തെ കണ്ടിട്ടുള്ളൂ. 2 മിനിറ്റ് കൊണ്ട് ഫുൾ ലൈഫ് സ്റ്റോറി പറയാൻ കഴിവുള്ള ഒരാളാണ് സങ്കുർ. ഇല്ല മോശം ആ കാര്യമാണ്. സങ്കുറിനടുത്ത് എനിക്ക് സംസാരിക്കാൻ പേടിയാ. സുഖമല്ലെന്ന് വെച്ചാൽ എന്ത് സുഖമാടാ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് വർത്താനം പറയാൻ ഞങ്ങൾ പേടിച്ചിട്ടാണ് സങ്കുറിന് സംസാരിക്കുന്നത്. ഇല്ല കലേഷേട്ടാ? പിന്നെ സുൽജോർ ഇന്ന് കഴിഞ്ഞ ദിവസം 1/2 കിലോ തക്കാളി മേടിക്കാൻ പോയിട്ട് 2 പേരും നോക്കിയിരുന്നു. ഇപ്പം തക്കാളി മേടിക്കാൻ പോകാൻ പറ്റില്ല. സുനിലിന്റെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ലൈഫ് ടെററിലാണ്. അതായത് മറ്റേ സീക്രട്ട് കമ്മ്യൂണിറ്റി അവൻ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കണെന്ന് വിചാരിക്കുന്ന എറണാകുളത്ത് കൂടി പോലും പാലടുത്ത് ഓട്ടോറിക്ഷ പോകുമ്പോൾ ഇങ്ങനെ നോക്കി ജീവിക്കുന്ന അല്ലല്ല സത്യമാണ്. സുനിൽ എന്ത് ചെയ്തു പറയും? സുനിൽ പറയണ ഞാൻ ബൈബിള് ബുക്ക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സുനിൽ കുറച്ചാള് അത് സർവീസുകൾ വർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഐ എം ഗോയിങ് ടു ഡു സംതിങ്. ഞാൻ ചെറിയ ട്രൗസേഴ്സ് ഇടാൻ പോവാ. എന്നിട്ട് ഞാൻ പാലക്കാട് ജംഗ്ഷനിലാണ് ബൈബിൾ ബുക്ക് ഷോപ്പ്. തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ബൈബിൾ ബുക്ക് ഷോപ്പിൽ മുറ്റടിക്കും. അപ്പൊ എന്ത് പറ്റും? ആൾക്കാരൊക്കെ വേറെ രീതിയിലേക്ക് നോക്കുമ്പോ എന്താ ബൈബിൾ ബുക്ക് ഷോപ്പ് മനസ്സിലായോ? അതെ നീ പറഞ്ഞ ട്രൗസറിന്റെ മുകളിൽ സ്ലാംസ് 91 എഴുതും. അപ്പൊ ആൾക്കാർ മൈ ഗോഡ് ബൈബിൾ വേർഡ് മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഏത് രീതിയിലും അതുകൊണ്ട് സത്യമാണ് സുനിൽ, ഇതെന്ന് പറയരുത്. അതുപോലെ പിന്നെ സംക്രൂന്റെ അതുപോലെ ഒരു മോശം പടത്തിന് പോയാ ശരി. ഓക്കെ, എന്നാ പടത്തിനെ കുറിച്ച് പറയാം. തൊമ്മി പടത്തെ കുറിച്ച് സംസാരിക്കും. ജൂലൈ 17 ഈ വരുന്ന വെള്ളിയാഴ്ച. ശരി ഓക്കെ, അപ്പൊ ഞാൻ നീ പറ തൊമ്മി റിലീസ് ആവാൻ പോണ്. റിലീസ് തുടങ്ങാൻ പോണ്. അങ്ങനെ പറ
തുടങ്ങാൻ പോകണം. അപ്പൊ എല്ലാവരും കാണാം, അതിനെ കുറിച്ച് കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് മറ്റേത് പറ, ജൂലൈ 17-ാം തീയതി ആൻഡപ്പൻ റിലീസാകാൻ പോവുകയാണ്. ജൂലൈ 17-ാം തീയതി ആൻഡപ്പൻ ജൂലൈ 17-ാം തീയതി ആൻഡപ്പൻ റിലീസ് ചെയ്യുവാണ്. റിലീസാകാൻ പോവുകയാണ്. ജൂലൈ 17-ാം തീയതി ആൻഡപ്പൻ റിലീസ് ചെയ്യാൻ ജൂലൈ 17-ാം തീയതി ആൻഡപ്പൻ റിലീസ് ചെയ്യുവാണ്. ആൻഡപ്പൻ ഒരു ഇന്റർവ്യൂവിൽ ഇത്ര ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇത്രയും മാർക്ക് എല്ലാവരും ക്യാമറയിലൊക്കെ പറ. ജൂലൈ 17-ാം തീയതി ആൻഡപ്പൻ റിലീസ് ചെയ്യുവാണ്. ഗൗരീനെ ഒന്ന് സംസാരിപ്പിച്ചോട്ടെ. ആക്ച്വലി ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം അപ്പം നമുക്ക് ഷൂട്ട് ഉണ്ടാകുന്ന ടൈമിലാണെങ്കിലും ചില ദിവസം നമുക്ക് ഫസ്റ്റ് ഡേ 6 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ 6 o'clock വരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ടൊക്കെ ആയിരുന്നു. അപ്പം കൂടുതൽ വുമൻസ് കുറവായിരുന്നു, ലേഡീസ് കുറവാണ്, കൂടുതൽ ജെൻസ് ആണല്ലോ. പക്ഷെ ഇവരൊക്കെ എന്ന് വെച്ചാൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ അത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനൊരു ബിഗ് താങ്ക്സ് വിപിനാലിറ്റി ചേട്ടൻ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വരുന്ന ടൈമില്, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ ഭയങ്കര കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റി. ഡയലോഗ്സ് ആണെങ്കിലും നമുക്ക് അപ്പം തരുന്ന ഡയലോഗ്സ് ആണ്, അല്ലാതെ നേരത്തെ നമുക്ക് അറിയില്ല നമ്മൾ എന്താ ചെയ്യാൻ പോണേ ഒന്നും അറിയില്ല. പക്ഷെ വളരെ കംഫർട്ടായിട്ട്. സത്യമായിട്ട് ഗൗരി ആദ്യമായിട്ട് അഭിനയിക്കണം എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഫ്രെഡി പറഞ്ഞപ്പോൾ ഫ്രെഡി വിളിച്ചിട്ട് ഗൗരിനെ പറഞ്ഞാൽ ഇവർക്ക് പുലികൾ പ്രൊഫഷണൽസ്, അപ്പൊ അവൾ പുലികൾ എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഗൗരി മാത്രം എല്ലാം നമ്മുടെ കൂടെ അഭിനയിച്ച് എല്ലാവർക്കും. ഞാൻ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് അപ്പൊ നോക്കുമ്പോൾ ഒരു സൈക്കോ ലുക്കുള്ള ഡോക്ടർ സിനിമയിൽ അഭിനയിക്കണം. പുള്ളി പറഞ്ഞു ഞാൻ ഓഫ് കോഴ്സ് പുള്ളി ഒരു വിൽ മാതാവ് തന്റെ അമ്മന ക്ലബിൽ പോയി. ഞങ്ങൾ ക്ലബിൽ പാർട്ടി ചെയ്തോണ്ടിരിക്കുകയാണ്. ക്ലബിൽ ഇവന്റെ ഒപ്പം പാർട്ടി ചെയ്ത് ഞാൻ ഫുൾ പാർട്ടി ആനിമല് എന്റെ അമ്മയുടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മാതാവ് ഫിക്സ്. അതാണ് 3 മണിക്ക് രാത്രി. അത് ആ പുള്ളിക്കാരി നമ്മളൊക്കെ നല്ല പീക്കിൽ നിൽക്കുന്നത്. അതന്നെ. പക്ഷെ ഇത് നമ്മുടെ പാതിരാത്രി നമുക്ക് കാസ്റ്റിംഗ് നടത്തും. രാത്രി 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് രസമായിരുന്നു ആ കാസ്റ്റിംഗ് കിട്ടിയത്. കറക്റ്റ് ആ മാതാവ് ലുക്ക് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ പാർട്ടി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് ആ മാതാവ് ലുക്ക് ഭയങ്കര ഗ്രേസ്. ആദ്യം കറക്റ്റ് മാതാവിന്റെ മുഖത്ത് പാട്ട് നടന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ അവരെ എനിക്കൊരു പരിചയമില്ല. ഇല്ലടാ ഒരു പരിചയമില്ല. ആരാ എനിക്കറിയില്ല. എനിക്ക് പരിചയം. എനിക്ക് പരിചയം എന്റെ വിചാരം. എനിക്കറിയോ? താൻ ചോദിക്കാൻ പറഞ്ഞ ഞാൻ ചോദിച്ചെടുത്തു. അതെനിക്കറിയില്ല. എനിക്കറിയില്ലല്ലോ. എന്റെ വിചാരം നമ്മളെ റൂമില് പുള്ളിക്കാരി വന്നില്ലേ? അപ്പൊ എന്റെ വിചാരം നിനക്ക് പരിചയമുള്ളത് നിന്റെ ഫ്രണ്ടാണ്. ഇല്ലില്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെ പിടിച്ചാണ്. അത് പറ. അങ്ങനെ എനിക്ക് പരിചയമില്ല. അല്ലെ, ഒരു സിറ്റുവേഷനാണ് അഡാപ്റ്റ് ആയിട്ട് പിടിക്കണത്. അവർക്ക് ലുക്ക് മാത്രം മതി, ഡയലോഗ് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അല്ല, ഈ പടത്തിലും ഏകദേശം 300-400 പേര് അഭിനയിച്ചുണ്ട്. ഇത് ആരെയും മുന്നേ കണ്ടിട്ടുള്ള ആളുകളല്ല ഓൾമോസ്റ്റ് ഇല്ലേ. അവിടെ വന്നിട്ട് ബാക്കി എല്ലാവരും വഴിയിലുള്ളതും രാവിലെ ആയിരിക്കും പറയണ ഇത്ര പേര് വേണം, നമുക്ക് ഇന്ന ആള് ഇത്ര ആൾ 5 പേര് 8 പേര് വേണം. രാവിലെ ഒരു 8 മണി 9 മണിയാകുമ്പോഴേ ഷൂട്ട് തുടങ്ങാകുമ്പോഴേ ഇത്ര പേര് വേണം. അല്ല, പക്ഷെ എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇത്ര ആർട്ടിസ്റ്റ് വേണം. എനിക്ക് അടുത്ത പടം എടുക്കുമ്പോൾ ശിവാജി റേഞ്ച് എടുക്കണം. രാവിലെയാണ് ഈ കാസ്റ്റിംഗ് തന്നത്. അപ്പൊ നമ്മള് നോക്കും ആരെ വേണം. അപ്പൊ തന്നെ അവിടെ നിന്നൊക്കെ ഒരുപാട് അങ്ങനെ കാസ്റ്റ് ചെയ്ത് നമ്മുടെ പടത്തിൽ ഈ സിനിമയെ സംബന്ധിച്ചോളം കാസ്റ്റിംഗ് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം ഈ ഒത്തിരി പേര് വേണം. ഒത്തിരി പേരെന്ന് വെച്ചാൽ ക്രൗഡല്ല, ക്യാരക്ടേഴ്സ്. ഇതൊരു ബൈബിൾ ബേസ്ഡ് ഫിലിം ആയതുകൊണ്ട് ബൈബിളിൽ തന്നെ അതിൻ്റെ ഒരു വേറെ ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നതിന് കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് അതിന് ഇൻസിഡൻസ് ഒത്തിരി ഉണ്ട്. എല്ലാ ഫ്രെയിമിലും 12 ശിഷ്യന്മാർ നിൽക്കുക എന്നുള്ളത് തന്നെ നമുക്ക് മിക്ക സ്ഥലത്ത് ഇവരെല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ. എല്ലാ ഫ്രെയിമിലും അങ്ങനെ അത്രയും പേര് നിൽക്കാറില്ല. പിന്നെ കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പം ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞതും ഇവരെ നാടൻ ഭാഷ പറയാൻ പറ്റുക, പിന്നെ അവർക്ക് കരച്ചിലുണ്ട്, അവർക്ക് അങ്ങനെ ഉള്ള ക്യാരക്ടേഴ്സാണ്. കലേഷേട്ടനാണ് അത്. കലേഷിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ കലേഷ് പഠിപ്പിക്കുന്ന അവിടെ തന്നെ കുറെ പിള്ളേരുണ്ട്, പല നാട്ടിൽ നിന്നാണ്. എത്ര പിള്ളേര് ഒരുപാട് പേര് നേരത്തെ അല്ല തരുന്നത്. ചിലപ്പോൾ രാത്രി ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ആയിരിക്കും തരുന്നത്, ഉച്ചയ്ക്കായിരിക്കും തരുന്നത്, വൈകുന്നേരം വേണം, 6 മണിക്ക് വേണം.
എത്ര ഇടുന്ന എന്തോരം ആൾക്കാരാണ് സിനിമയിൽ അഭിനയിച്ചെന്നുള്ളതാണ് അതായത് എന്റെ വീട്ടിൽ ഷൂട്ട് കൊടുത്തൊരു കാര്യം പറയടോ 2 മണി രാത്രി ഒരു അങ്കിള് വേണമല്ലോ. ഞാൻ അപ്പുറത്ത് വീട്ടിൽ അങ്കിൾ ഉണ്ട്, ഉറങ്ങണായിരിക്കും അയാൾ. അത് നോക്കാൻ നേരത്തെ അയാൾ മേലെ നിൽക്കണ്. ഞാൻ അങ്കിളിനെ വിളിച്ചു. അപ്പൊ അഭിനയിപ്പിച്ചു പുള്ളിനെ അങ്കിളായിട്ട്. കാറ്റ് ചോദിച്ചോട്ടെ നിന്റെ അങ്കിളാണ്. ഞാൻ എനിക്കറിയാൻ അപ്പുറത്തെ വീട്ടിലെ അങ്കിളാണ്. അപ്പൊ അയാളെ അഭിനയിപ്പിച്ച് മോനും വന്നേക്കണം. രണ്ടുപേരും ഒരേപോലെ ഇരിക്കണ്. അപ്പൊ രണ്ടുപേരും ചേർത്ത് അപ്പൊ റോട്ടിലൊക്കെ ഓടിച്ചവരാ. ഓർക്കണ്ട, അയാൾ സ്ഥിരം വിളിക്കില്ല തന്നെ. പുള്ളി സ്ഥിരം വിളിക്കുമല്ലോ അതായിട്ട്. അത് അഭിനയം മോഹം ഇല്ലാത്ത ആൾക്കാർക്ക് അഭിനയ മോഹം കൊടുത്തു കഴിഞ്ഞാലുള്ള വേറൊരു കാര്യമുണ്ട്, നമുക്കൊരു ലൊക്കേഷൻ വേണം. പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ താളെ പിടിച്ച് അഭിനയിപ്പിക്കാൻ ലൊക്കേഷൻ. വിപിൻ ചേട്ടാ, ഈ പോസ്റ്ററില് ഈ കൊമ്പിന്റെ ഒരു കോൺസെപ്റ്റ് എന്തുവാ? അതൊന്നുമില്ലതേ. ഇത് ബേസിക്കലി ഈ ക്രൈസ്റ്റ് ആണെന്നുള്ളൊരു പോലെ ഇയാൾക്ക് സ്വയം തോന്നുകയാണ് ക്രൈസ്റ്റ് ആണ്. അപ്പൊ ഒരു സിറ്റുവേഷനിൽ ഇയാൾക്ക് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുന്ന ഒരിക്കലും ഇങ്ങനെ വരില്ലല്ലോ. അല്ല, വിപിൻ ചേട്ടൻ ക്രിസ്ത്യാനി അല്ലേ? അതെ അതെ. അപ്പൊ ഇങ്ങനെ ഒരു പടം ഇറക്കുമ്പം പിന്നെ ഇതിന് ഒരു ഉണ്ടാവും, പള്ളിയിൽ നിന്നും അവിടെ ഇവിടെ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാവും. ബേസിക്കലി ഇത് ക്രിസ്ത്യാനിക്ക്, ഇത് ക്രൈസ്റ്റ് സെൻട്രിക് ഫിലിം. അങ്ങനെ ക്രിസ്ത്യാനിക്ക് എതിരൊന്നുമല്ലേ. ഇതെന്ന് വെച്ചാൽ ബേസിക്കലി ക്രൈസ്റ്റ് 2024 ഇപ്പോഴത്തെ കാലത്ത് വന്നാൽ, ഇപ്പോഴോ അല്ലെങ്കിൽ ഈ മോഡേൺ ടൈംസ് വന്നാൽ എന്ത് പറയുന്നുള്ളതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പൊ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ബൈബിൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ശരിയാണെന്ന് തോന്നുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. ഞാനിത് സിനിമയെ കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതങ്ങനെ ഒരു ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒന്നുമല്ല. എല്ലാവർക്കും അറിയാവുന്നത് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് കൊച്ചുകുട്ടിക്ക് വരെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളതൊരു സിനിമയെ കൂടി പറയണം. അല്ലാണ്ട് അതിന് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ പിന്നെ അതറിയില്ലട്ടെ എനിക്ക് അതിനെക്കുറിച്ച്. നമ്മൾ കോൺട്രവേഴ്സി എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ലാസപ്പറ്റ പോസ്റ്റർ ഈ സുനിൽ ജോർജിന്റെ ഐഡിയ കാരണമാണ്. ഇതൊരു സ്പിരിച്വൽ പൊളിറ്റിക്സ് ആണ് ശരിക്കും. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവവും ഉണ്ട്, പിശാചും ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും നടക്കുന്ന ഒരു സാധനം, സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ്. കാരണം ഇതുവരെയുള്ള സിനിമകളെല്ലാം പറഞ്ഞാൽ എക്സ്റ്റേണലി ഉള്ള കാര്യങ്ങളാണ്. ഓരോ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഇഷ്യൂസുകൾ, മറ്റത് ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സ് ആണ് ശരിക്കും. അല്ല, ബേസിക്കലി ഇതിന്റെ ഐഡിയ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് നമ്മൾ സാധാരണ റിലീജിയസ് കൺസെപ്റ്റ്സ് പറയുമ്പോൾ കൂടുതലും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഈ റിലിജൻ ബേസ് ചെയ്ത് വരുന്ന സിനിമകൾ അല്ലെങ്കിൽ അതിനെ കളിയാക്കി വരുന്ന പടങ്ങളല്ല, ഒന്നുകിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പൊളിറ്റിക്സ് ആണ് പറഞ്ഞത്. ഒരാൾ പൈസ ആക്കാൻ വേണ്ടി പറ്റിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ശാരീരികമായി അതിനെ ഉപയോഗപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കുറെ പേരെ വേറെ രീതിയിൽ മയക്കുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അതല്ല ഇതിന്റെ കഥ. അത് ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് പറയുന്നത് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത് അൺസീൻ വേൾഡിന്റെ ഒരു കാര്യമാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ ആണ് ശരിക്കും സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ. മറ്റേത് ഡയറക്റ്റ് ആണല്ലോ, ഇത് ഡയറക്റ്റ് അല്ല. തുടക്കം നമ്മൾ കുറച്ച് ഡയറക്റ്റ് എലമെന്റ്സ് വരുമെങ്കിലും പിന്നീട് പോകുന്നതിന് അതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഡെവിളും ദൈവവും തമ്മിലുള്ള വാറിനെ പറ്റി തന്നെയാണ് ഈ പടം. പക്ഷെ അത് നമ്മൾ ആ രീതിയിലല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ശരിക്കുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഗോഡ് ആൻഡ് ഈവിൾ എന്നുള്ള അവരുടെ ഫൈറ്റിനിടയിൽ പെട്ടുപോണ മനുഷ്യരാണ്. അത് ഹ്യൂമൻസ് അതിനിടയിൽ പെട്ടുപോകണതാണ്. അപ്പം നമ്മളുടെ മൈൻഡിൽ ഡൈവേർട്ട് ചെയ്യിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യിക്കുന്നതും റിലീജിയസ് ഫോർമാറ്റിലോട്ട് ആൾക്കാരെ ആക്കുന്നതും ഇതൊക്കെ റിലിജൻ ദൈവം തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് രണ്ട് കോൺസെപ്റ്റ്. അപ്പം ആ റിലിജൻ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? റിലിജൻ എന്നുള്ള കൺസെപ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? അത് ആരാധനയാണല്ലോ, ബേസിക്കലി ആരാധനയാണല്ലോ. അപ്പോൾ ഈ ആരാധന കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ഫസ്റ്റ് സിൻ തന്നെ ഞാൻ ദൈവത്തിൽ പോലെ ആണെന്ന് പുള്ളി മറ്റേ ലൂസിഫർ വിചാരിക്കുന്നിടത്താണല്ലോ അതിൻ്റെ ഫസ്റ്റ് പ്രശ്നം സിൻ തന്നെ. അപ്പോൾ ആരാധനയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്പിരിച്വൽ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്തൊരു സാധനം കിടപ്പുണ്ട്. അതാണ് എനിക്ക് എക്സൈറ്റ് ചെയ്തത്. ഈ ഭൂമി ആരുടെയാണ്? അതിനപ്പുറത്ത് ഇതിനകത്തുള്ളത് അതാണ് അതിന്റെ കണ്ടന്റ്. അപ്പം ഗോഡ് ആൻഡ് ഈവിൾ വാറിനെ പറ്റി തന്നെയാണ് ഈ പടം. ബട്ട് നോട്ട് ഇൻ ദാറ്റ് വേ. നമ്മൾ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് വെച്ച് ഒരു ബിസിനസ് ചെയ്യുന്ന കുറെ ടീം ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ അതും അത് പറഞ്ഞത് അത് പുറത്തുള്ള കാര്യമാണ്. അത് നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ബേസിക് ബിസിനസ് അല്ല. എല്ലാവരും ബിസിനസ് ആക്കുന്ന പൈസ എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഇത് വേറൊരു തരം രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. ഇതുകൊണ്ട് പ്രോസസ് ആൾക്കാരിലേക്ക് ഇടാന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ജൂലൈ 17-ാം തീയതി നമ്മുടെ സിനിമ മാത്രമേ ഉള്ളൂ. എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തുദ്ദേശത്തിൽ നിങ്ങളുടെ സിനിമകൾ വന്ന് കാണണം? അല്ല, ഈ സിനിമ നമ്മളിപ്പോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ എന്ത് പറയണം എന്നൊക്കെ ഉള്ളത്.
അപ്പം എനിക്ക് പറയാനും അങ്ങനെ അല്ല വേറെ ഒന്നുമില്ല, സിനിമ കണ്ടതിന് ശേഷം എന്റെ വീട്ടിലേക്കൊന്നും വരില്ലേ, എന്നെ ഉപദ്രവിക്കില്ലേ, അങ്ങനെ വേറൊരു കാര്യമുണ്ട്. ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ ഒരാള് സ്വന്തം വീട്ടിൽ നിന്ന് മാറി ഫ്ലാറ്റിലേക്ക് മാറി. ഫ്ലാറ്റ് മാറിയെന്നോ പേടിച്ചിട്ട് ഫ്ലാറ്റ് വെറുതെ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറിയത് അതുകൊണ്ടൊന്നും അല്ല, ജന്മനാ ഓരോ പേടിയുണ്ട്. ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പേടിച്ച് മാറിയത്. ഞാൻ ആന്റിയുടെ വീട്ടിൽ പോയായിരുന്നു വാഴക്കല്ല്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആറ്റിൽ അവിടെ ഇല്ല. അപ്പോൾ ആറ്റിൽ വെച്ച് എടാ ഞാൻ വീട് മാറാൻ പോണേ, ഒരു വീടൊക്കെ അന്വേഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലാറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മണ്ടേക്കറി ഇരിക്കല്ലോ, ഞാൻ 2-3 ഫ്ലാറ്റൊക്കെ കാണിച്ചു കൊടുത്ത് ലാസ്റ്റ് ഒരു ഫ്ലാറ്റ് ചെന്നപ്പോഴേക്കും ഒരു എൻട്രൻസേ ഉള്ളൂ. അപ്പോൾ അത് പറ്റില്ല, എനിക്ക് 2 എൻട്രൻസ് വേണം. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ആൾക്കാർ വന്നെങ്കിൽ ബാക്ക് കൂടി ഓടണം. വേറെ സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ പിന്നെ ആന്റി ആരാണ്ട് ഫോൺ വിളിച്ചാണ്. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്തിരിക്കണേ സ്പീക്കർ ഫോണിലിട്ട്. അപ്പോൾ നോർമലി ആന്റി വിളിച്ചിട്ട് ആന്റി പേരൊക്കെ മാറ്റാൻ പോണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് പറ്റി? അല്ല ഫ്ലാറ്റ് മാറി ഇനി പേരും മാറ്റി ഇപ്പൊ മോനൂസ് എന്നാക്കി. അല്ല ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത് ഫോൺ നമ്പർ മാറ്റി. ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യുന്നില്ല, ഫേസ്ബുക്ക് വർക്ക് ചെയ്യുന്നില്ല. പടം വരെ മാറ്റി. വിപിനാറ്റ്ലി ഇനിയിപ്പോ വിളിക്കുന്നത് എന്താ, ഈ പടം കഴിഞ്ഞ ശേഷം വിളിക്കുന്ന മോനൂസ്. പിന്നെ വേറൊരാളുണ്ട്, അയാൾ അയർലൻഡിലേക്ക് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അല്ല അങ്ങനത്തെ പ്രശ്നം അത് മോശമൊക്കെ പറയണേക്കുമ്പോ ഒരു അത് അങ്ങനത്തെ പേടിച്ചോട്ടൊന്നുമല്ല. ഞാൻ വീട്ടിൽ നിന്ന് പറയാം, എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ് ഇപ്പൊ. താടി വളർത്തിയ കാര്യം താടി വളർത്തുന്ന അടുത്ത പടത്തിന് ചുമ്മാല്ലേ, ഞാനറിയാതെ അടുത്ത പുറത്ത് പോകുന്നു. അടുത്ത പടത്തിന് ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനു വേണ്ടിയെന്ന് പറയാം. ഞാൻ പറഞ്ഞ പടം അങ്ങനെ കോൺട്രവേഴ്സി അപ്പുറത്തേക്ക് കണ്ടന്റ് പറയുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് പിന്നെ അങ്ങനെയൊക്കെ ആവണമെന്നാണ് മോസപ്പിന്റെ ആഗ്രഹമാട്ടാ. പടം കുറച്ചുപേരെ അറിയുമല്ല, മോശം ഫേമസ് ആവുമല്ല, അങ്ങനെയൊക്കെ ഒന്ന് ആവാൻ വേണ്ടി മോശം ആഗ്രഹിക്കുന്നുണ്ട്. മോശം നിന്റെ ആഗ്രഹം നടക്കട്ടെ, നിന്റെ വീട്ടിൽ പള്ളിക്കാര് വാട്സപ്പ് ചെക്ക് നോക്ക്, വൈദ്യുതി കഴിക്കാൻ എന്താണ് ഇതിനകത്ത് ആരെങ്കിലും പാട്ട് പാടുവോ? ഓ പാട്ട് പാടും നന്നായിട്ട്. തുമ്പി പാടടാ പ്ലീസ്. റാപ്പ് കൊടുക്കും. പാട്ട് പാടൂല, അത് കലക്കി. എന്തായാലും DJ ഒക്കെ ചെയ്യുന്നല്ലേ, ഒരു പാട്ട് പാട്. പാട്ട് പാടൂല. തൊമ്മിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അറിയോ, അവന്റെ മക്കള് നമ്മളൊക്കെ ഒരു DJ അല്ലേ ഇവന്റെ മക്കള് പഠിക്കാൻ റോട്ടാ. അപ്പൊ സാധാരണ നമ്മള് മൂത്തവൻ. അപ്പൊ എന്താ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ടാണ് വന്നേന്ന് പറയാൻ പറ്റൂല. കാരണം അവൻ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കണുള്ളവൻ. അതുകൊണ്ട് പിള്ളേരെ ഫോണിൽ സേവ് ചെയ്യണ പേരുന്ന അത് ചെറിയൊരു ദിവസം എഴുതിയേക്കുന്നത് എന്റെ പേരാ കിളി ബ്രോ. അച്ഛനും ഫുൾ നൈറ്റ് പാർട്ടിയല്ലേ, കൊച്ചിനെ കൊണ്ടുപോയിട്ട് അച്ഛൻ ജോലി എടുത്തിട്ട് വരട്ടെ മോനെ, നിങ്ങൾക്ക് വേണ്ടി അതൊരു ചെന്ത മുട്ട പ്ലേക്ക്. കൊച്ചിനൊക്കെ ഒരു സീരിയസ്നെസ് വേണ്ടേ? ഞങ്ങളുടെ അപ്പം കഷ്ടപ്പെടുന്നത് പറയാനൊരു സാധനമില്ലല്ലോ. പേരെ വിളിക്കണം. ഇവന്റെ പക്ഷെ മോൻ അബ്ദിശയനൻ, മകളുണ്ട് അക്ഷയിനി. അപ്പൊ പുള്ളിയുണ്ട് അബ്ദിശയനൻ സംക്രമം. വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യുള്ളൂ. സ്ഥലപ്പേരുടെ അത് കുഴപ്പമില്ല. അതിന് ബേസിക് അങ്ങനെ ഇവന്റെ തൊമ്മി ഇപ്പോഴും പാട്ട് പാടാ. വാട്സപ്പിൽ ചോദിച്ചോണ്ട് പാടേണ്ടി വരും. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിൽ അങ്ങനത്തെ ഒരു കഴിവുള്ള ആരുമില്ല. ശ്രമന്റെ നിങ്ങൾ പ്ലേ ചെയ്തല്ലേ, എന്നിട്ട് എല്ലാരും ബോറടിച്ച് ഇരുന്നിട്ട് പാട്ട് വേണം ഇട്ടോ. മോശം നീ പാടിക്കോടാ. എനിക്ക് പറ്റില്ല, ഞാൻ പാടുന്നത് കൊയർലൊന്നും പോണില്ല. നീ പാടണം പ്ലീസ്. സുനിൽ പാടുന്നു. വിളിച്ചേ ഫ്രെഡി. സുനിൽ പാടാൻ പോകുന്നു. എന്തായാലും ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ഒരു ഭാഷയായിരിക്കും. ജി അല്ലാത്ത ഏത് പാട്ടും ഒക്കെ ഇത് പറയട്ടെ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ
സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ ബാക്കി തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിൻ കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം മാനം പൂമാനം. ഞാൻ പാടില്ല. ഒരാളോട് പാട്ട് പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സഗർ പാടുമല്ലോ. സഗർ ഒരു ചെറിയ ജസ്റ്റ് വിട്ടുവരും പാട് പ്ലീസ്. പാടും. ആ സഗർ ഇഷ്ടം തിരിച്ചറിയാൻ വേണ്ടി മാത്രം വീട്ടുകാർ സങ്കറ് പലപ്പോഴും വന്നിട്ട് എനിക്ക് ഒട്ടും വയ്യാണ്, എനിക്ക് ഭയങ്കര പനിയാണ്, ഞാൻ എന്തായാലും നിന്റെ പരിപാടിക്ക് അഭിനയിക്കാൻ വേണ്ടി വരാം സങ്കറ്, എനിക്ക് ഒട്ടും വയ്യാടാ, ശരി ഞാനൊരു 3 ദിവസം അടുപ്പിച്ച് അഭിനയിക്കാന്ന് പറയും. അങ്ങനെയാണ് അവന് ഒട്ടും വയ്യെങ്കിൽ അത്ര സങ്കറ് നിന്നെ കൊണ്ട് പറ്റുന്ന ഒരു ആർട്ട് ഫോം പുറത്തിറക്കും. പാറിപ്പറക്കുന്ന പൊന്മയിൽ വാനോ മാർഗഴി തിങ്കള് ജ്ഞാനപ്പഴം വരിക വരിക വരിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ഇതാണ് ഇതാണ് ഞങ്ങൾ പറയാത്തത് പാടാൻ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ അടിപൊളിയാവട്ടെ. സത്യമായിട്ട് ഇത്രയും കഴിവുള്ള ആൾക്കാർ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ സിനിമ അടിപൊളിയാവട്ടെ. ക്യാമറ മുന്നിൽ നോക്കി പറ, എന്തെങ്കിലുമൊക്കെ പറ. ജൂലൈ 17 തിയേറ്ററിൽ ചെന്ന് കാണുക ആൻറ്റപ്പൻ അത്ഭുത പ്രവർത്തികൾ. ജൂലൈ 17 നിങ്ങളെ ഞങ്ങളുണ്ടാവും സിനിമയിൽ.